നമ്മൾ ഭാരതീയരുടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിത്യജീവിതത്തെ തന്നെയും ഏറെ സ്പർശിക്കുന്ന നിഷ്കളങ്കതയുടെ പര്യായമായി നമ്മൾ കരുതുന്ന ഒരു ചെടിയുണ്ട്. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ അമൃത അനുഭവം തരുന്ന ഈ പരിപാടിയുടെ ആരംഭം അമൃതതുല്യമായ ഈ തുളസി ചെടിയിൽ നിന്ന് തന്നെയാവട്ടെ. ജന്മം മുഴുവൻ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണേ എന്ന പ്രാർത്ഥനയോടെയാണത്രേ ഓരോ തുളസിയും പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്നത്. ശരീരം മുഴുവൻ ഔഷധവീര്യവുമായി നിഷ്കാമിയായി പരോപകാരത്തിനായി ജനിക്കുന്ന തുളസിയെപ്പോലെ മറ്റൊരു സസ്യവും ഈ ലോകത്തുണ്ടാവില്ല. ഭൂമിയിൽ 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളുമാണുള്ളത്. അതിലൊന്നാണ് തുളസി. തുളസിക്ക് ശാസ്ത്രീയമായ, ആത്മീയമായ, സാമൂഹികമായ, ആരോഗ്യപരമായ, ചുരുക്കത്തിൽ സമഗ്രമായ ഒരു ചൈതന്യമുണ്ട്. അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന രാസഘടകങ്ങളുടെ ഔഷധവീര്യമുണ്ട്. ആത്മീയതയിൽ പൂജിക്കാനും പൂജിക്കപ്പെടാനും ഉപയോഗിക്കുന്ന ഒരു സസ്യം എന്ന മഹത്വമുണ്ട്. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന, ഓക്സിജനും ഓസോണും നൽകുന്ന ഒരു സസ്യം എന്ന പ്രത്യേകതയുണ്ട്. സഞ്ചിതമായിട്ടുള്ള പാപമാണ് രോഗകാരണം. പാപമോചനത്തിന് ഭാരതത്തിൽ മാത്രം ഉള്ള ഒരു വിശേഷം, ചില പാവനമായിട്ടുള്ള കാര്യങ്ങൾ, വിശേഷമായിട്ട് ഗംഗ, ജലം കൊണ്ടുള്ള പുണ്യം. യമുന, സരസ്വതി ഇങ്ങനെയുള്ള നദികൾ, ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി, സപ്തതീർത്ഥങ്ങൾ ഓടുന്ന ഭാരതം, അതിൻ്റെ കരയിലുള്ള ഒരു സംസ്കാരം. ഗംഗാതടം, യമുനാതടം, നർമ്മദ, സിന്ധു, കാവേരി, ഗോദാവരി ഇങ്ങനെയുള്ള നദീതട സംസ്കാരത്തിൽ നമുക്ക് ഉള്ള ഒരു സ്വാധീനം, അത് വളരെ പാവനമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഭാരതീയർ കണക്കാക്കുന്നു. അതുപോലെ ജല സാന്നിധ്യം പോലെ തന്നെ വൃക്ഷ സാന്നിധ്യം, അരയാൽ, കൂവളം മുതലായിട്ടുള്ള വൃക്ഷങ്ങളിൽ അതിൻ്റെ പ്രദക്ഷിണം കൊണ്ടുള്ള ചില ഗുണദോഷങ്ങൾ, അതുപോലെ ചില വസ്തുക്കളിൽ ഭാരതീയർ പാവനത്വം കണ്ടെത്തിയിട്ടുണ്ട്. രുദ്രാക്ഷം അതുപോലെ തന്നെ പ്രാധാന്യം ഉള്ള ഒരു ദ്രവ്യമാണ് തുളസി എന്ന് പറയുന്ന ഈ ദ്രവ്യം. വളരെ പാവനതയുണ്ട്. ഇതിനൊക്കെ അപേക്ഷിച്ചിട്ട് അരയാൽ എന്ന് പറയുന്നത് അശ്വത്ഥം, ഒരു വൃക്ഷരാജ സങ്കല്പം. അതുപോലെ കൂവളം പരമേശ്വരന്, തീർത്ഥം നമ്മൾ കുളിച്ചാൽ ശുദ്ധി വരുന്നത്. തുളസി അങ്ങനെയല്ല, അത് നിൽക്കുന്ന സ്ഥലത്തിനും പാവനത്വമുണ്ട്, അതുപോലെ തന്നെ അത് ധരിക്കുന്ന സ്ഥലത്തിനും പാവനത്വമുണ്ട്, അത് വളരുന്ന സ്ഥലത്തിനും പാവനത്വമുണ്ട്. ആ പരിപാവനമായിട്ടുള്ള തുളസീദളം, അതുപോലെ തുളസിയുടെ കമ്പ് കൊണ്ടുള്ള മാല, അതുപോലെ തുളസീദളം കൊണ്ടുള്ള തീർത്ഥം, ദ്വാദശി മുതലായിട്ടുള്ള വിശേഷങ്ങളിൽ വിഷ്ണു സംബന്ധമായിട്ടുള്ള വ്രതത്തിൻ്റെ അവസാനത്തിൽ തുളസി തീർത്ഥം ഒരൗഷധം പോലെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ആചാര്യന്മാർ വ്രതസമാപ്തിക്ക് ശേഷം പുതിയതായിട്ടുള്ള ഒരു ഭക്ഷണാരംഭം നമ്മൾ തുടങ്ങുന്നത് ഈ തുളസി തീർത്ഥം കൊണ്ടാണ്.
പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെ നിലനിൽപ്പിനായി ഈ സസ്യജാലങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യനാണ് ഇവയെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്. മനുഷ്യനില്ലെങ്കിൽ ഈ ജീവജാലങ്ങൾക്കോ സസ്യസമ്പത്തിനോ ഒന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ജൈവ വൈവിധ്യം നിലനിന്നില്ല എങ്കിൽ മനുഷ്യ സമൂഹം തന്നെ ഇല്ല. വെറും ഒരു ചെറു സസ്യമായ തുളസിയെക്കുറിച്ച് നോക്കൂ. മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കൂട്ടുന്നതിൽ തന്നെ തുളസിക്കുള്ള പങ്കിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തെല്ലാം അറിയാനിരിക്കുന്നു, പറയാനിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക. അമൂല്യമായ ഔഷധങ്ങളെക്കുറിച്ചുള്ള അപൂർവമായ അറിവുകൾക്കായി കാത്തിരിക്കുക.